അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും നോമ്പെല്ലാം സുഖമായിട്ട് റാഹത്തായിട്ട് പോകുന്നതെന്ന് വിചാരിക്കുന്നേ. നമുക്കും അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോകുന്നേ. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കുന്നത് ഇഫ്താർ ടൈമുള്ള സ്നാക്സ് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന അതെല്ലാമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പ്ലസ് എൻ്റെ ഒരു മീൻ കായിൻ്റെ റെസിപ്പിയും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ബെല്ലൈക്കണം പ്രസ് ആക്കുക. പിന്നെ ഉണ്ടല്ലോ ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യമായിട്ട് മീൻ കായിൻ്റെ റെസിപ്പി കാണിച്ചത്. ഇതിനായിട്ട് ഞാനിതാ അയക്കൂറ നന്നായിട്ട് മസാലയെല്ലാം ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഒരു പാന് സ്റ്റൗമിലേക്ക് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഓയിലൊന്ന് ഹീറ്റായിട്ട് വരുമ്പോൾ ഫിഷ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ ഡീപ്പായിട്ടൊന്നും ഫ്രൈ ആകണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് അപ്പോൾ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടില്ലേ, അതിൻ്റെ അകത്തോട്ടേക്ക് സവാള ഇട്ട് കൊടുക്കലാന്ന് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഉണ്ടല്ലോ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് നന്നായിട്ട് വയന്ന് വരുമ്പോൾ മസാലയെല്ലാം അടിത്ത് കൊടുക്കുക. ഇപ്പം മഞ്ഞൾപ്പൊടിയും മുളകിൻ്റെ പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലേൻ്റെ പൊടി കേട്ടോ. അപ്പം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ഒരു പച്ച ഫ്ലേവർ മാറുന്നവരെ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുക. സ്മെല്ല് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. നെക്സ്റ്റ് കുറച്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട്, കുറച്ചല്ല ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ കുക്കാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ ഇത് കുറച്ചൊരു ജ്യൂസി ആയിട്ട് വരും. എന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടില്ലേനോ, അതിങ്ങനെ കൈകൊണ്ട് ഞാനിങ്ങനെ ഇതെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ടേനു. ഈ ഒരു മസാലയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതിന് ഞാനൊരു അരപ്പ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ടേക്ക് വെള്ളി ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫിഷിൻ്റെ ആ ഒരു മസാല ഉണ്ടല്ലോ അതിൻ്റെ അകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടോ. ഇത് കുറച്ചധികം നേരം ഇങ്ങനെ ആക്കിയിട്ട് എടുക്കട്ടോ. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മല്ലി, പുതിന അതിട്ടിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടല്ലോ. നമ്മളെ മീൻകായിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ തേങ്ങാൻ്റെ അരപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ, അത് വേണമെന്നൊന്നുമില്ല. അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അയക്കൂറയിലോ കുറച്ചധികം ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇത് ഏത് ഫിഷിലോ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ഞാനിപ്പോൾ ഒരു കിച്ചണിലോട്ട് 2 മണിക്ക് കയറിയതാണ്. കാരണം വീഡിയോസ് എല്ലാം എടുക്കേണ്ടത് കൊണ്ട് ടൈം കിട്ടൂല എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. അല്ലെ പിന്നെ ഒരു 3 മണി ആ ഒരു ടൈമെല്ലാം നിസ്കരിച്ചിട്ട് നമ്മൾ കയറി. മീൻകായിൻ്റെ അരിയെല്ലാം ഇവിടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊന്നുമില്ല, സാധാ അരി എടുത്തിട്ട് കുറച്ച് അരിപ്പൊടിയും കൂട്ടിയിട്ട് മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ, കുഴച്ചിട്ട് തന്നിട്ടുണ്ടല്ലോ. ഒരു ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് കുറച്ച് എണ്ണയും ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇങ്ങനെ മീൻകായിൻ്റെ ഷേപ്പിൽ ആക്കിയിട്ട് എടുക്കട്ട. ഇത് അടിപൊളിയാണ്. എൻ്റെ ഉമ്മ ഉണ്ടല്ലോ നോമ്പിന് അധിക ദിവസങ്ങളിലും ഇതുണ്ടാക്കൂട്ട. ചെമ്മീനിലല്ലെങ്കിൽ നമ്മൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫിഷ്, അതായത് കൊഞ്ച്, എഗ്ഗിലെല്ലാം ചെയ്തെടുക്കട്ട. അടിപൊളിയാണ്. ഇത് നമുക്കുണ്ടല്ലോ സ്റ്റീം ചെയ്തിട്ട് കഴിക്കുന്നവർക്കും കഴിക്കുക, ഇത് ഫ്രൈ ചെയ്തിട്ടും ചെയ്യട്ടോ. ഇനിയിപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കലാന്ന്. നമ്മൾ മുഞ്ചിലെ മീൻകായ് ഇവിടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതുണ്ടല്ലോ നമുക്ക് സ്റ്റീം ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഞാനിതാ ആവിൻ്റെ തട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ച ഈ ഒരു മീൻകായിൻ്റെ ഇതുണ്ടല്ലോ ഇത് ആവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്റ്റീം ആക്കിയിട്ട് എടുക്കുക കേട്ടോ. കുറച്ച് ടൈം ഇങ്ങനെ സ്റ്റീം ആക്കിയിട്ട് കൊടുക്കുക. അതെല്ലാം എല്ലാവർക്കും അറിയാവുന്നേ. അപ്പോൾ ഇതൊരു 15 മിനിറ്റെല്ലാമായിട്ട് ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാനിതാ ഒരു
കത്തീൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതാ എല്ലാം സെറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ കുറച്ചിട്ടുണ്ടല്ലോ ഒരു പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കും. ഹസ്ബൻഡിനുണ്ടല്ലോ സ്റ്റീം ആക്കിയിട്ട് തന്നെ വേണ്ടത്. അതുകൊണ്ട് ഞാൻ അനക്കുണ്ടല്ലോ ഫ്രൈ ചെയ്തിട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിതാ കുറച്ച് ബട്ടറില്ല ഒന്നിട്ടുണ്ടല്ലോ ഒന്നിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തെടുക്കുക. ഇതാ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഉണ്ടല്ലോ, അതിനിട്ട് ഞാൻ ബ്രെഡെല്ലാം ഇങ്ങനെ ഫ്രോസൺ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കില്ലാന്നേ. എന്നിട്ട് ഞാനിതാ ഒരു ഫില്ലിങ് ഇവിടെ നേരത്തെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനിൽ കുറച്ച് വെജീസ് എല്ലാം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, മയോണീസ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുത്തതാണ് ഇത്. ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തോട്ടേക്ക് ആക്കിയിട്ട് കൊടുക്കലാന്ന്. ഇപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും ആർക്കും വേണ്ടല്ലോ, യൂട്യൂബ് തുറന്നാൽ ഇതെല്ലാന്ന് കാണാം. അതുകൊണ്ട് പിന്നെ ഞാൻ റെസിപ്പീസ് ഒന്നും ഇതിൽ ഷെയർ ആക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ജ്യൂസിന് വത്തൊക്കെ ഉണ്ട്. ഇപ്പോൾ അതെല്ലാം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ജ്യൂസല്ല ഞാൻ ആക്കുന്നത്, ഇങ്ങനെ മിൽക്കെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു ടൈപ്പിൽ ആക്കുന്നതാണ്. ഇപ്പോൾ അതെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് കട്ട് ഫ്രൂട്ടെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ടേബിൾ മേലേക്ക് സെറ്റാക്കിയിട്ട് വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ബാങ്ക് കൊടുക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ആക്കിയിട്ട് ഇരിക്കലാന്ന്. അൽഹംദുലില്ലാ നമ്മളെ ഒരു ദിവസത്തെ ചെറിയൊരു ഇഫ്താറിൻ്റെ ഒരു വ്ളോഗ്സാണ് കേട്ടോ. ഇതൊക്കെയുണ്ടല്ലോ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്ന വ്ളോഗ്സ് എല്ലാം എടുക്കണമെന്ന്, പക്ഷേ ഉണ്ടല്ലോ കഴിയുന്നില്ല. കാരണം നല്ല ക്ഷീണം ഉണ്ടാവും. എല്ലാം കൂടി ആകുമ്പോൾ വീഡിയോസ് എല്ലാം എടുക്കുമ്പോൾ കുറേ ടൈം വേണമായിരിക്കും.